ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫോറിൻ ഫിഷിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് റോഡ് കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ റോഡ് നമ്മൾ കാസ്റ്റ് ചെയ്തത് നമുക്ക് എന്താ കിട്ടുമോ നോക്കാം. നമുക്ക് എന്തായാലും കിട്ടിയാലും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഇതായിട്ട് നമ്മൾ വാങ്ങിയ റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡും റീലാണ് വാങ്ങിയത്. നമുക്ക് പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോക്ക് പറഞ്ഞാൽ ബ്രാവോൻ്റെ ഒരു ഫ്രോക്ക് ലൂറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് എന്താ കിട്ടുമോ നോക്കാം. നമുക്ക് എന്തായാലും എന്നിട്ട് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിട്ടൂ നോക്കാം. അടിച്ച് കിട്ടി സെറ്റ്. ഫസ്റ്റ് കേട്ടോ, ഫസ്റ്റ് വരെ അടിച്ചിട്ടാ നമ്മുടെ ഈ ഫ്രോഗിൽ. സന്തോഷം കേട്ടോ, നമ്മൾ ഫസ്റ്റായിട്ട് അടിച്ചേട്ടാ. കണ്ടോ കുക്കപ്പൊക്കെ ഉണ്ടായത് കണ്ണിലാണ് കയറിയിരിക്കുന്നത്. കണ്ടോ കണ്ണിലോട്ട് കയറിയത്. നമുക്ക് റോഡ് വാങ്ങി ഫസ്റ്റ് മീൻ അടിച്ചും ചെയ്ത് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ റോഡ് വാങ്ങിയിട്ട് 3-4 കാസ്റ്റ് ചെയ്തിട്ട് മീൻ കിട്ടിയോളന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരാഴ്ചയായി വരാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പോഴായിട്ടൊരു മീനെ കിട്ടിയത് തന്നെ. നമ്മൾ 3-4 കാസ്റ്റ് ചെയ്തിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളെ ഭാഗ്യം പോലെ ഉണ്ടാവും. എന്തായാലും ഞാനിപ്പോൾ ഒരാഴ്ചത്തോളമായി ഞാൻ റോഡ് വാങ്ങി പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരാഴ്ച പഠിക്കാനുള്ള സമയം എടുത്ത്. പക്ഷെ എന്തായാലും അടിപൊളി മീൻ അടിച്ചിട്ടോ, സെറ്റ്. കേട്ടോ, റോഡ് കാസ്റ്റിങ് പഠിച്ചു വരുന്നവരാണെങ്കിൽ 2-3 കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ കാസ്റ്റ് ചെയ്താൽ നമുക്ക് മീൻ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ നിരന്തരമായ ഒരു 10-15 കാസ്റ്റ് ചെയ്താലാവും ചിലപ്പോൾ ഒരു മീൻ അടിക്കാൻ. അപ്പോൾ എനിക്കൊക്കെ ഞാൻ കുറേ കാസ്റ്റ് ചെയ്തിട്ട് ഒരു മീൻ കിട്ടിയത്. എന്തായാലും ഞാൻ പഠിച്ചു വരുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോ ഇട്ടപ്പോഴും നമുക്ക് കുപ്പ് കൊടുക്കണ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത് അടുത്തൊന്നും അടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ടോ? ആ സൈസ് സാധനം ഉണ്ടാ. അടുത്തടിച്ച് അത്യാവശ്യം നല്ല സൈസ് വരാൻ കേട്ടോ. അടുത്ത് ഉണ്ടോ? അടുത്തുണ്ടോ അടിച്ചേ? അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള കേട്ടോ കിട്ടി. നമുക്ക് കുഴപ്പമില്ല, നമുക്കത് നല്ല ഹാപ്പി ആയി. നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ സാധനങ്ങളാണ് ഈ 2 വരാൽ കിട്ടിയപ്പോൾ. ആണ്ടോ ഉള്ളു കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ പിന്നെ അതിൻ്റെ 2 കിട്ടിയതിൻ്റെ ശേഷം പിന്നെ ഒന്നും അടിക്കുന്നില്ല. നമുക്ക് വീഡിയോ നിർത്തിയിട്ട് നമുക്ക് ഇതിന് കുക്കിങ്ങിലേക്ക് കടന്നാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് നല്ല വെയിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊട്ട് നമുക്ക് കിട്ടിയത് 2 വരാൽ. ഒന്ന് കുറച്ച് ചെറുതാട്ടോ, പക്ഷേ ഇതാണ് അത്യാവശ്യം സൈസ് ഉണ്ട്. നമ്മൾ പ്ലാൻ പറഞ്ഞാൽ ഇതിന് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് പൊള്ളിച്ചാലോ എന്നുള്ള പ്ലാൻ ഉണ്ട്. നമുക്ക് നല്ല മസാലയൊക്കെ തേച്ച് നല്ല പൊള്ളിച്ചാലോ നോക്കുന്നുണ്ട്. നമുക്ക് കണ്ടോ ഈ 2 വരാലാണ് നമുക്ക് കിട്ടുമോ. ഈ 2 നമുക്ക് നല്ല സെറ്റാക്കി പൊള്ളിക്കുക എന്നുള്ളൊരു പ്ലാനിലാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലെത്തിട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മക്ക് മുറിച്ച് ക്ലീനാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിന് മേലെ കൂടി ഒരു വരഞ്ഞു കൊടുക്കണം മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മസാല തേക്കാനുള്ള ഇതിലേക്ക് പോകട്ടെ നമുക്ക്. അപ്പോൾ അത് കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ അത് നമ്മൾ മുളക് പൊടി പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിടണം കേട്ടോ.
എന്നിട്ട് നമ്മൾ കുറച്ച് സുറുക്ക് ഒഴിക്കാം കേട്ടോ. കുറച്ച് സുറുക്ക് ഒഴിച്ചാൽ മിക്സാക്കാം നമുക്ക്. അപ്പോൾ നന്നാക്കി മിക്സാക്കാം. നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ നമുക്ക് ഇതിൽ. അപ്പോൾ കുറച്ച് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല മിക്സാക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് കൊടുക്കട്ടെ. നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കട്ടോ. അപ്പോൾ അത് ചതച്ച് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പരിപാടിയാണ് നമുക്ക് മീനിടാനുള്ള പരിപാടിയാണ്. നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച വരാൽ നമ്മൾ ഇട്ടിച്ചിട്ടുണ്ട്. നല്ല ക്ലീനാക്കി ഫുള്ള് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസാല തേച്ച് ഫുള്ള് കുട്ടപ്പനാക്കി വെക്കണം നമുക്കിതിനെ. അപ്പോൾ അതൊട്ട് നമ്മൾ മസാല തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഉള്ളിലോട്ടൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നല്ല മസാല തേച്ച് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തിലാക്കിയിട്ട്. 2 വരാലാണെങ്കിൽ ഇട്ടൊരു കുഴപ്പം. ഒന്ന് അത്യാവശ്യം വലിപ്പമുള്ള സീസൺ ഒന്ന് നല്ല ചെറുതും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊന്ന് പൊള്ളിച്ച് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റും കൂടി നമുക്ക് അറിയണമല്ലോ. അപ്പോൾ നല്ല മസാലയൊക്കെ തേച്ച് ഫുള്ള് സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ തേച്ച് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കട്ടോ ടൈം. അപ്പോൾ നമ്മളിതൊരു വാഴൻ്റെ ഇല എടുത്തിട്ടുണ്ടോ. വാഴൻ്റെ ഇല ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇലേൻ്റെ മേലെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടണം കേട്ടോ. മേലെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് മീൻ വെക്കട്ടോ. നമ്മൾ വരാലിതാ കണ്ടില്ലേ, വരാലിൻ്റെ മേലെ ഒരു 3-4 കരിവേപ്പിൻ്റെ ഇല അത് വെക്കുന്നുണ്ട്. നമുക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടൊരു ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് മേലെ കൂടി കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ പാരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ മേലെ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ നമുക്ക് എന്നിട്ട് പറഞ്ഞാൽ നമുക്കൊന്ന് വാഴൻ്റെ മടക്കി കൊടുക്കണം കേട്ടോ. ഫുള്ള് സെറ്റാക്കിയിട്ട് നമുക്ക് വാഴൻ്റെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ 2 സൈഡും ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. നമ്മൾ ചെറിയ അതിന് വാഴൻ്റെ അടുത്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കും വേണം. അപ്പോൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മൾ ചെറിയ വരലുണ്ടല്ലോ അതും കൂടി തേച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ പറഞ്ഞ് ഫുള്ള് റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് പൊതിയണം. ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കണ്ടോ. ഈ നാരൊക്കെ ഒന്ന് കെട്ടി കൊടുത്തതാ ഇതേമാതിരി സെറ്റാക്കി വെക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ പൊള്ളിക്കാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങട്ടെ നമ്മൾ. അപ്പോൾ അത് ഫ്രൈ പാനായിട്ട് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് അതിൽ ലേശം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. നമ്മളൊന്ന് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെളിച്ചെണ്ണ വെച്ച് കുറച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കട്ടോ അടുത്തത്. അപ്പോൾ അത് മീൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു സൈഡായി വന്നപ്പോൾ നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിട്ട് ഫുള്ള് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പാത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ഫുള്ള് സെറ്റാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കട്ടെ. ഇതൊക്കെ നമുക്ക് തുറന്ന് നോക്കാം എന്താവും ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് തുറന്ന് നോക്കട്ടോ എങ്ങനെ ഉണ്ട് സാധനം നമുക്ക് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ ആവിയൊക്കെ പാറുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ ആവി പാറുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ, വീഡിയോയിൽ കാണുന്നുണ്ടോ? അതുകൊണ്ട് ആവിയൊക്കെ നല്ല പാറുന്നുണ്ട്, നല്ല ചൂടുണ്ട്. അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും അടിപൊളി സ്മെല്ലാട്ടോ, കഴിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പം തന്നെ. എന്താ 2 ഫുള്ള് നല്ല സ്മെല്ലും വരുന്നുണ്ട്. വാഴൻ്റെ ഇല പൊതിഞ്ഞ് ഇതാക്കിക്കൊണ്ടോ പൊള്ളിച്ചോണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല സ്മെല്ല്. മേലെ തന്നെ കുറച്ച് ഉള്ളികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ മേലെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴിച്ച് നോക്കണം എങ്ങനെ ഉണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ചെറുനാരങ്ങ ഒന്ന് പിയ്യണം കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ചെറുനാരങ്ങ പിഞ്ഞ് സെറ്റാക്കിന്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടോ. അപ്പോൾ അത് സോഫ്റ്റ് പഞ്ഞി പോലത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാര്യം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ വരാം.